നൂർനി ഇൻഫോടെക്കിന്റെ പൈത്തൺ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ സെറ്റ്സിന്റെ പ്രോപ്പർട്ടീസ്, CRUD ഓപ്പറേഷൻസ്, യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് ഡിഫറൻസ് ഓപ്പറേഷൻസ് എന്നിവയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്സിലുള്ള സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഡാറ്റ ടൈപ്പാണ് സെറ്റ്സ്. ഇത് കേളി ബ്രാക്കറ്റ്സിലാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോരോ എലമെന്റും കോമ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെറ്റ് അൺഓർഡേർഡ് ആണ് എന്ന് വെച്ചാൽ സെറ്റിന്റെ ഐറ്റംസ് ഓരോരോ പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ഓർഡറിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സെറ്റിൽ ഇൻഡെക്സിങ് പോസിബിൾ അല്ല, കാരണം അത് അൺഓർഡേർഡ് ആണ്. സെറ്റ് ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് വെച്ചാൽ സെറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഐറ്റത്തിനെയും മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് സെറ്റിൽ ഓരോരോ ഐറ്റത്തിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യാനും സാധിക്കും. സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് അലൗഡ് അല്ല. സെറ്റ് ഹോമോജീനിയസ് ആവണമെന്നില്ല എന്ന് വെച്ചാൽ സെറ്റിന് ഏതൊരു ഡാറ്റ ടൈപ്പിൻ്റെ ഉള്ള ഐറ്റംസും സെറ്റ് അക്കോമഡേറ്റ് ചെയ്യും. എല്ലാ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സും നമുക്ക് സെറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സെറ്റിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് സെറ്റിനെ രണ്ട് തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഇനീഷ്യലൈസേഷൻ യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു വേരിയബിൾ എടുത്തു സെറ്റിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു സെറ്റ് കേളി ബ്രാക്കറ്റ്സിലാണ് എൻക്ലോസ് ചെയ്യുന്നതെന്നല്ല അല്ലേ. അപ്പോൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ സെറ്റിൽ എലമെൻസിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. എം ടി സെറ്റായിട്ട് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമ്മളിങ്ങനെയാണ് ഒരു സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഓരോരോ എലമെൻറ്റ്സും നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് എന്ത് തരം എലമെൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ പറഞ്ഞു സെറ്റ് ഹോമോജീനിയസ് അല്ല എന്ന്, അതായത് ഏത് തരം എലമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ സ്ട്രിങ്, അതേപോലെ തന്നെ ഇൻഡിജർ, ബൂലിയൻ, ഡെസിമൽ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കതിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സെറ്റിനെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സെറ്റിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് ഓഫ് മൈ സെറ്റ് 1 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നമ്മൾ എഴുതിയ ഓർഡറിലല്ല നമുക്ക് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് സെറ്റ് അൺഓർഡേർഡ് ആണ് എന്നതിലും. അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിൽ ഇൻഡെക്സ് വാല്യൂ പറ്റുകയുമില്ല, കാരണം അത് അൺഓർഡേർഡ് ആണ്. സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സെറ്റ് ഓഫ് എന്നുള്ളൊരു കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ സെറ്റ് ഓഫ് എന്നുള്ള കൺസ്ട്രക്ടർ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സെറ്റിനുള്ള എലമെൻറ്റ്സ് എഴുതുന്നത്. എഴുതുമ്പോൾ നമ്മൾക്ക് ഒരു സെറ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. സെറ്റ് ഓഫ് എന്നുള്ള കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടപ്പിളായിട്ടാണ് എലമെൻറ്റ്സിനെ കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ഏതൊരു ഡാറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ മൈ സെറ്റ് 2 ഈക്വൽ ടു സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ എലമെൻറ്റ്സ് ഒരു ടപ്പിളാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈ സെറ്റ് 2 എന്നുള്ള സെറ്റിനെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നിന്ന് റൺ ചെയ്യാം. നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെറ്റായിട്ട് കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ എലമെൻറ്റ്സും കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓർഡേർഡ് ആയിട്ടല്ല ഉള്ളത്, ഏത് ഓർഡറിൽ വേണമെങ്കിലും വരാം. അതുകൊണ്ട് ഇതിന് ഇൻഡെക്സ് നമ്പർ ഇല്ല. എങ്ങനെയാണ് സെറ്റിനെ റീഡ് ചെയ്യാം? സെറ്റ് ഒരു അൺഓർഡേർഡ് കളക്ഷനാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അതിന് ഇൻഡെക്സ് നമ്പറോ അല്ലെങ്കിൽ ഒരു കീയോ യൂസ് ചെയ്ത് സെറ്റിനെ നമുക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ സെറ്റിനെ റീഡ് ചെയ്യും? ഫോർ ലൂപ്പും ഇൻ ഓപ്പറേറ്ററും വെച്ചിട്ട് നമുക്ക് ലൂപ്പ് ചെയ്തിട്ട് സെറ്റിലുള്ള എല്ലാ ഐറ്റംസിനെയും റീഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സ്പെസിഫിക് ഐറ്റം വേണം അല്ലെങ്കിൽ ഉണ്ടോ എന്ന് മാത്രം നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു സ്പെസിഫിക് ഐറ്റം ആണെങ്കിൽ അത് ഉണ്ടോ എന്ന് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അല്ലാതെ ഒരു സ്പെസിഫിക് ഐറ്റമായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റിനെ റീഡ് ചെയ്യാൻ നോക്കാം. നമ്മളൊരു സെറ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് മൈ സെറ്റ് 1 എന്നാണ് സെറ്റിൻ്റെ പേര്. അതിൽ നമ്മൾ കുറച്ച് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഫോർ ലൂപ്പും ഇൻ ഓപ്പറേറ്ററും യൂസ് ചെയ്തിട്ട് സെറ്റിനെ നമുക്ക് റീഡ് ചെയ്യാം. നമ്മളിവിടെ 4x ഇൻ മൈ സെറ്റ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് മൈ സെറ്റ് 1 എന്നുള്ള സെറ്റിൽ ഓരോരോ എക്സിനും എക്സ് ആദ്യം G ആയിരിക്കും, പിന്നെ 54 ആയിരിക്കും, പിന്നെ ട്രൂ ആയിരിക്കും. അങ്ങനെ ഓരോരോ എലമെൻറ്റായി മാറി മാറി വരും. ഇവിടെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് എക്സ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഓരോരോ എലമെൻറ്റുകളും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനൊന്ന് റൺ ചെയ്ത് നോക്കാം.
സോ നമുക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള ഓരോരോ എലമെൻറ്റും കിട്ടുന്നുണ്ട്. ജെ, ട്രൂ, 54, 40, മെയിൽ. ഒരേ ഓർഡറിലായിരിക്കില്ല കിട്ടുക, കാരണം സെറ്റ് ഓർഡേർഡ് അല്ലാത്തത് കൊണ്ട്. പക്ഷെ നമുക്ക് എല്ലാ എലമെൻറ്റ്സും റീഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതേ സെറ്റിൽ നമുക്ക് ജെ എന്നുള്ള എലമെൻറ്റ് ഈ സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ ജെ ഇൻ മൈസെറ്റ് 1, മൈസെറ്റ് 1 എന്നുള്ളത് നമ്മളുടെ സെറ്റിൻ്റെ പേരാണ്. അപ്പോൾ ജെ ഇൻ മൈസെറ്റ് 1 ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൂവും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൾസുമാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ഇവിടെ ജെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ട്രൂ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഔട്ട്പുട്ട് അറിയാം, ട്രൂ ആണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല അല്ലേ? പക്ഷേ നമുക്ക് ആ സെറ്റിലോട്ട് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് ഓഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റിലോട്ട് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യുന്നത്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഐറ്റമാണ് കൊടുക്കുന്നത്, ഇൻഡെക്സ് അല്ല. കാരണം എന്താണ്? സെറ്റ് അൺഓർഡേർഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്ത ഐറ്റം റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്ഡേറ്റ് ഓഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വേറെ ഒരു സെറ്റിലുള്ള ഐറ്റംസ് നമുക്ക് നമ്മളുടെ സെറ്റിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഐറ്റം ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഇവിടെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. ഈ സെറ്റിനെ ആദ്യം പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ റൺ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ട്രൂ, ജെ, 54, മെയിൽ പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സെറ്റിലോട്ട് 100 എന്നുള്ളൊരു നമ്പർ എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം സെറ്റിൻ്റെ വേരിയബിൾ, അതായത് സെറ്റിൻ്റെ നെയിം മൈസെറ്റ് ഡോട്ട് ആഡ് ഓഫ് എന്നെടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ആദ്യം സെറ്റിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഡോട്ട് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെത്തേഡ് ആഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആഡ് ചെയ്യാനുള്ള എലമെൻറ്റ് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത് 100 എന്നുള്ളത്. സോ ഇനി നമ്മളിപ്പോൾ എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഈ സെറ്റിനെ വീണ്ടും പ്രിൻ്റ് ചെയ്യാനുള്ള പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. നമ്മുടെ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഈ സെറ്റിനെ ഒന്ന് റൺ ചെയ്യാം. സോ ഇവിടെ ഞാൻ റൺ ചെയ്യുമ്പോൾ നോക്കിയാൽ കാണാം, രണ്ടാമത്തെ സെറ്റിൽ നമുക്കൊരു 100 കൂടെ എക്സ്ട്രാ ഉണ്ട്. ട്രൂ, 100, ജെ, 54, മെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. ഇങ്ങനെയാണ് ആഡ് ഓഫ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ഓഫ് മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ 2 സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈസെറ്റ് 1ൽ ജെയും ട്രൂ എന്നുള്ളതാണ് 2 വാല്യൂസ്. മൈസെറ്റ് 2ൽ മെയിലും 50 ആണ് 2 വാല്യൂസ്. ഇനി മൈസെറ്റ് 1ലോട്ട് മൈസെറ്റ് 2ൻ്റെ വാല്യൂസ് കൂടി എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം മൈസെറ്റ് 1 എന്നുള്ളത് എഴുതിയിട്ടുണ്ട്, എന്നിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷം അപ്ഡേറ്റ് ഓഫ് എന്നുള്ളതിൻ്റെ ഉള്ളിലാണ് നമ്മൾ രണ്ടാമത്തെ സെറ്റ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ ഈ രണ്ടാമത്തെ സെറ്റിലുള്ള വാല്യൂസ് ഒന്നാമത്തെ സെറ്റിലോട്ട് സേവ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്കിതിനെ ഈ മൈസെറ്റ് 1നെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്, മൈസെറ്റ് 1 പ്രിൻ്റ് ചെയ്യാനുള്ളത്. നമുക്കിനി ഇതിന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നമുക്ക് മൈസെറ്റ് 1 റൺ ചെയ്യുമ്പോൾ സെറ്റ് 1ലെയും സെറ്റ് 2ലെയും എല്ലാ വാല്യൂസും 1ൽ സേവ് ആയിട്ടുണ്ട്. സെറ്റിനെ പല രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്കാദ്യം റിമൂവ് ഓഫ് മെത്തേഡും ഡിസ്കാർഡ് എന്നുള്ള മെത്തേഡും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റിലെ എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അത് ഞാനിവിടെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. മൈ സെറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ നമ്മൾ 3 എലമെൻറ്റ്സ് കൊടുക്കുകയാണ്, റോസ്, ജാസ്മിൻ, സൺഫ്ലവർ. ഇനി റിമൂവ് ഓഫ് എന്നുള്ള മെത്തേഡിലും ഡിസ്കാർഡ് എന്നുള്ള മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് ഇൻഡെക്സ് നമ്പർ കൊടുക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളുടെ മൈസെറ്റ് ഡോട്ട് റിമൂവ് ഓഫ് റോസ്, റോസ് എന്നുള്ള എലമെൻ്റ് ആണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മൈസെറ്റ് ഡോട്ട് റിമൂവ് ഓഫ് റോസ് എന്ന് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഈ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെറ്റിനെ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. നമ്മളുടെ പ്രിൻ്റ് ഓഫ് മൈസെറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നോക്കുമ്പോൾ റൺ ചെയ്യുമ്പോൾ എന്താണ്, റോസ് എന്നുള്ള എലമെൻറ്റ് റിമൂവ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മളുടെ സെറ്റിൽ സൺഫ്ലവറും ജാസ്മിനും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഡിസ്കാർഡ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ റിമൂവ് ചെയ്ത് നോക്കാം. ഇവിടെയും നമ്മൾ മൈസെറ്റ് ഡോട്ട് ഡിസ്കാർഡ് ഓഫ്
ജാസ്മിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജാസ്മിൻ എന്നുള്ള എലമെൻ്റ് ആണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ജാസ്മിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിനെ ഒന്നുകൂടി പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ സൺഫ്ലവർ മാത്രമേ ഉള്ളൂ അല്ലേ. സോ റിമൂവും ഡിസ്കാർഡും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ഇല്ലാത്ത ഒരു എലമെൻറ്റ് റിമൂവ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എറർ ത്രോ ചെയ്യും. എന്നാൽ ഇല്ലാത്തൊരു എലമെൻറ്റ് റിമൂവ് ചെയ്യാൻ ഡിസ്കാർഡിൻ്റെ ഉള്ളിൽ കൊടുത്താൽ നമുക്ക് എറർ വരില്ല. നമുക്ക് നോക്കാം. ഞാനിവിടെ ഡിസ്കാർഡിൻ്റെ ഉള്ളിൽ ജാസ്മിനെ മാറ്റി ലില്ലി ആക്കി. അങ്ങനെ ഒരു ഐറ്റം നമ്മളുടെ സെറ്റിൽ ഇല്ല. അപ്പോൾ നമ്മൾ ലില്ലി എന്ന് കൊടുത്തിട്ട് ലില്ലിനെ ഡിസ്കാർഡ് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്താൽ എന്ത് വരും നമുക്ക് നോക്കാം. നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ലില്ലി ഇല്ല, അതുകൊണ്ട് ഇത് ഡിസ്കാർഡ് ആയില്ല. അപ്പോൾ നമുക്ക് ജാസ്മിൻ സൺഫ്ലവർ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇതേപോലെ ഇല്ലാത്തൊരു ഐറ്റത്തിനെ കൊടുത്ത് റിമൂവ് ചെയ്യാൻ കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഞാനിവിടെ മൈസെറ്റ് ഡോട്ട് റിമൂവ് ഓഫ് റെഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റെഡ് എന്നുള്ള ഐറ്റം നമുക്കില്ല. അപ്പോൾ ഇതിന് റിമൂവ് ചെയ്യാൻ കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. നമ്മൾ റൺ ചെയ്യുമ്പോൾ കണ്ടോ കീവേഡ് എറർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. റെഡ് എന്നുള്ള എലമെൻ്റ് ഇല്ല, അതുകൊണ്ടാണ് കീവേഡ് എറർ റെഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇതാണ് റിമൂവും ഡിസ്കാർഡും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. നമുക്ക് അതേ സെറ്റിനെ പോപ്പ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ സെറ്റിനെ തന്നെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രിൻ്റ് ഓഫ് മൈ സെറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് റൺ ചെയ്യാം. നമുക്ക് ജാസ്മിൻ സൺഫ്ലവർ റോസ് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോപ്പ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മളിവിടെ മൈസെറ്റ് ഡോട്ട് പോപ്പ് ഓഫ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എലമെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ. എലമെൻ്റ് ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ ജസ്റ്റ് പോപ്പ് ഓഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമുക്കൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റാൻഡമായി ഒരു നമ്പർ റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പ്രിൻറ്റ് ചെയ്തപ്പോൾ റോസും ജാസ്മിൻ സൺഫ്ലവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാസ്മിൻ നമ്മളുടെ റിമൂവ് ആയി. ഇങ്ങനെ നമുക്കൊരു റാൻഡം എലമെൻ്റ് ആണ് റിമൂവ് ആവുന്നത്. നമുക്കിതിനെ വെറുതെ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ റൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമ്മൾ നോക്കിയാൽ കാണാം, നേരത്തെ ജാസ്മിൻ ആയിരുന്നു റിമൂവ് ആയത്. ഇപ്പോൾ റോസും ജാസ്മിനും ഉണ്ട്, സൺഫ്ലവർ ആണ് റിമൂവ് ആയത്. ഇങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ റാൻഡമായി ഒരു എലമെൻറ്റ് റിമൂവ് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ക്ലിയർ ഓഫ് അതേപോലെ ഡിലീറ്റ് എന്നുള്ള രണ്ട് ഫങ്ഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ സെറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, റോസ് ജാസ്മിൻ സൺഫ്ലവർ എന്ന എലമെൻറ്റ്സ് ഉള്ളത്. ആ സെറ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കത് ആദ്യം റൺ ചെയ്യാം. സോ നമുക്ക് നമ്മുടെ സെറ്റ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ക്ലിയർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മളിവിടെ മൈസെറ്റ് ഡോട്ട് ക്ലിയർ ഓഫ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ള എലമെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ലിയർ ഓഫ് എന്നുള്ളത് ഒരു സെറ്റിലുള്ള എല്ലാ വാല്യൂസിനെയും ക്ലിയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എംപ്റ്റി സെറ്റ് ആയിരിക്കും കിട്ടുക. നമുക്ക് നോക്കാം. ഞാൻ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. സോ റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ സെറ്റ് ഓഫ് എന്ന് മാത്രമാണ് കിട്ടുന്നത്, കാരണം ഇതൊരു എംപ്റ്റി സെറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇനി നമുക്ക് DEL എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ DEL സ്പേസ് മൈ സെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്താൽ നമ്മളുടെ സെറ്റ് മൊത്തത്തിൽ ഡിലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എറർ ആയിട്ടാണ് വരിക, കാരണം സെറ്റ് മൊത്തത്തിൽ റിമൂവ് ആകുമ്പോൾ അങ്ങനെ ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരിക്കും നമുക്ക് വരുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ സെറ്റ് വരുന്നുണ്ട്, രണ്ടാമത് ക്ലിയർ ചെയ്തതിന് ശേഷമുള്ള എംപ്റ്റി സെറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് തേർഡ് നമുക്ക് നെയിം എററാണ് വരുന്നുണ്ട് അല്ലേ. മൈസെറ്റ് എന്നുള്ള നെയിം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്, നോട്ട് ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇതാണ് ക്ലിയർ ഓഫ് ഡിലീറ്റും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് സെറ്റ്സിൽ യൂണിയൻ എന്ന് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കി രണ്ട് സെറ്റും കമ്പൈൻ ചെയ്യുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ സെറ്റ്സിനെ കമ്പൈൻ ചെയ്യാം. ഒന്ന് യൂണിയനും പിന്നൊന്ന് അപ്ഡേറ്റും. യൂണിയൻ ആവുമ്പോൾ രണ്ട് സെറ്റും കൂടി കമ്പൈൻ ചെയ്തതിൻ്റെ റിസൾട്ട് മൂന്നാമതൊരു സെറ്റിലോട്ട് നമ്മൾ സേവ് ചെയ്യണം. ഈ ഫസ്റ്റ് രണ്ട് സെറ്റുകൾക്കും ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സെറ്റിലോട്ട് സെക്കൻഡ് സെറ്റിനെ സേവ് ചെയ്യുന്നതിനെയാണ് അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് സെറ്റിനെ കമ്പൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു സെറ്റ് അവിടെ ആവശ്യമില്ല. യൂണിയൻ യൂസ് ചെയ്ത് രണ്ട് സെറ്റിനെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ രണ്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം.
സെറ്റ് 1 എ ബി സി, സെറ്റ് 2 1 2 3 ഇങ്ങനെ 2 സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു തേർഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ സെറ്റ് 1 ഡോട്ട് യൂണിയൻ ഓഫ് സെറ്റ് 2 എന്ന് അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ സെറ്റ് 1ലെയും സെറ്റ് 2ലെയും ഐറ്റംസ് കമ്പൈൻ ചെയ്ത് സെറ്റ് 3ലോട്ടാണ് സേവ് ആവുന്നത്. നമുക്ക് ഈ സെറ്റ് 3 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമ്മൾ സെറ്റ് 3 പ്രിന്റ് ചെയ്യാനുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എ ബി സിയും 1 2 3 എല്ലാ വാല്യൂസും ഈ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് യൂണിയൻ ചെയ്യുന്നത്. ഇനി അപ്ഡേറ്റ് നോക്കാം. നമ്മൾ അപ്ഡേറ്റ് നേരത്തെ ചെയ്താണ്. സോ നമ്മൾ 2 സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ സെറ്റ് 1 ഡോട്ട് അപ്ഡേറ്റ് ഓഫ് സെറ്റ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് 1ലെയും സെറ്റ് 2ലെയും ഡാറ്റ സെറ്റ് 1ലോട്ട് സേവ് ആവുകയാണ് ചെയ്യുന്നത്. സെറ്റ് 1ന് പ്രിന്റ് ചെയ്യാനുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് 2ൻ്റെ വാല്യൂസ് 2 സെറ്റിലുള്ള വാല്യൂസ് നമുക്കിവിടെ കാണുന്നുണ്ട്. എന്താണ് ഇൻ്റർസെക്ഷൻ? 2 സെറ്റിനെ കമ്പൈൻ ചെയ്ത് കോമൺ എലമെൻറ്റ്സ് മാത്രം റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻ്റർസെക്ഷൻ. 2 തരത്തിൽ നമുക്കത് യൂസ് ചെയ്യാം. ഫസ്റ്റത്തെയാണ് ഇൻ്റർസെക്ഷൻ. ഇതിൽ 2 സെറ്റിനെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ കോമൺ എലമെൻറ്റ്സ് മാത്രം മൂന്നാമതൊരു സെറ്റിലോട്ട് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വേ ആണ് ഇൻ്റർസെക്ഷൻ അപ്ഡേറ്റ് ഓഫ്. ഇതിൽ 2 സെറ്റിനെ ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ സെറ്റ് 1ലോട്ടാണ് അതിൻ്റെ കോമൺ എലമെൻറ്റിനെ മാത്രം സേവ് ചെയ്യുന്നത്. മൂന്നാമതൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ്റർസെക്ഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമുക്ക് 2 സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ 2 സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് 1 ആപ്പിൾ ബനാന ചെറി, സെറ്റ് 2 ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആപ്പിൾ. ഇനി നമുക്ക് ഈ 2 സെറ്റിനെ ഇൻ്റർസെക്ഷൻ ചെയ്യാം. നമ്മളിവിടെ ഒരു തേർഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് 3. അതിലോട്ട് സെറ്റ് 1 ഡോട്ട് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് 2 എന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റ് 3 പ്രിന്റ് ചെയ്യാനുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് 1ലും സെറ്റ് 2ലുമുള്ള കോമൺ ആയിട്ടുള്ള വാല്യൂ ആണ് സെറ്റ് 3ലോട്ട് സേവ് ആവുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ആപ്പിൾ എന്നുള്ളതാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്കിവിടെ സെറ്റ് 1ലും ഒരു ആപ്പിൾ ഉണ്ട്, സെറ്റ് 2ലും ഒരു ആപ്പിൾ ഉണ്ട്. അത് മാത്രമാണ് 2ലും കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ. അതുകൊണ്ടാണ് അത് നമുക്ക് ഔട്ട്പുട്ടായി കിട്ടിയത്. ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ട് ഇൻ്റർസെക്ഷൻ ചെയ്ത് നോക്കാം. നമ്മൾ 2 സെറ്റ് തന്നെയാണ്, സെറ്റ് 1 സെറ്റ് 2. ഇവിടെ നമ്മൾ സെറ്റ് 1 ഡോട്ട് ഇൻ്റർസെക്ഷൻ അപ്ഡേറ്റ് ഓഫ് സെറ്റ് 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേറൊരു സെറ്റിലോട്ട് സേവ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് സെറ്റ് 1ലോട്ടാണ് സേവ് ആവുന്നത്. സെറ്റ് 1ന് പ്രിന്റ് ചെയ്യാനുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ സെറ്റ് 1ൽ നമുക്ക് ആപ്പിൾ എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. കാരണം സെറ്റ് 1ലും സെറ്റ് 2ലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂ ആപ്പിൾ ആണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് 1 പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പിൾ എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. എന്താണ് സെറ്റ്സിലെ ഡിഫറൻസ്? 2 സെറ്റിലെ കോമൺ അല്ലാത്ത എലമെൻസിനെ റിട്ടേൺ ചെയ്യുന്നതാണ് ഡിഫറൻസ് എന്നുള്ളത്. ഇത് 2 തരത്തിലുണ്ട്. ആദ്യത്തെയാണ് സിമെട്രിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 സെറ്റിനെ അതിൻ്റെ ഡിഫറൻസ്, അതായത് കോമൺ അല്ലാത്ത എലമെൻറ്റ്സ് മൂന്നാമതൊരു സെറ്റിലോട്ട് സേവ് ചെയ്യുന്നതിനെയാണ് സിമെട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ്. സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 സെറ്റിൻ്റെ സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് സെറ്റ് 1ലോട്ട് തന്നെയാണ് സേവ് ചെയ്യുന്നത്. മൂന്നാമതൊരു സെറ്റിൻ്റെ ആവശ്യമില്ല. സിമെട്രിക് ഡിഫറൻസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത 2 സെറ്റ് തന്നെ എടുക്കാം, സെറ്റ് 1 സെറ്റ് 2. ഇനി നമുക്കൊരു തേർഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം, സെറ്റ് 3. അതിലോട്ട് സെറ്റ് 1 ഡോട്ട് സിമെട്രിക് ഡിഫറൻസ് ഓഫ് സെറ്റ് 2 എന്ന് സേവ് ചെയ്യാം. ഇനി സെറ്റ് 3ന് പ്രിന്റ് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ സെറ്റ് 3ലോട്ട് സെറ്റ് 1ലും സെറ്റ് 2ലും കോമൺ അല്ലാത്ത ഐറ്റംസ് ആണ് സേവ് ആവുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ സെറ്റ് 3ൽ ചെറി, മൈക്രോസോഫ്റ്റ്, ബനാന, ഗൂഗിൾ ഇതാണ് കോമൺ അല്ലാത്ത ഐറ്റംസ്. കോമൺ ആയ ഐറ്റംസ് നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്തു, ആപ്പിൾ എന്നുള്ളതാണ്. ബാക്കിയുള്ളത് കോമൺ അല്ലാത്ത ഐറ്റംസ് ആണ്. ഇനി സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ അതേ 2 സെറ്റ് തന്നെ നമ്മളോട് ആദ്യം ക്രിയേറ്റ് ചെയ്യുക, സെറ്റ് 1 സെറ്റ് 2. ഇനി നമുക്ക് സെറ്റ് 1 ഡോട്ട് സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ് ഓഫ് സെറ്റ് 2 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് സെറ്റ് 1നെ പ്രിന്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സെറ്റ് 1ലോട്ട്
സെറ്റ് 1ലും സെറ്റ് 2ലും ഉള്ള കോമൺ അല്ലാത്ത ഐറ്റംസ് സേവ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ സെറ്റ് 1 ആണ് പ്രിന്റ് ചെയ്ത് സെറ്റ് 1 പ്രിന്റ് ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ അല്ലാത്ത ഐറ്റംസ് ആയ മൈക്രോസോഫ്റ്റ് ബനാന, ചെറി, ഗൂഗിൾ നമുക്ക് പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ആഡ് അപ്ഡേറ്റ് മെത്തേഡ്സ്, റിമൂവ്, ഡിസ്കാർഡ്, പോപ്പ്, ക്ലിയർ മെത്തേഡ്സ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് എന്നിവയെല്ലാം ഡിസ്കസ് ചെയ്തു. നൂർനി ഇൻഫോടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിൽ നന്ദി. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.